أضفيت على الحسن العبقى فالورد تضوع واعتنقا حسن يا رب لنا الخلقا طهره فلا يحوي نزقا أضفيت على الحسن العبقا فالورد تضوع واعتنقا حسن يا رب لنا الخلقا طهره فلا يحوي نزقا واجعله يقلد في صبر للهادي في حسن خلقا حسن يا رب لنا الخلقا فالعبد بأخلاق سبقا أضفيت على الحسن العبقا فالورد تضوع واعتنقا حسن يا رب لنا الخلقا طهره فلا يحوي نزقا നമ്മുടെ കുലാറ്റുണ്ടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കുലാറ്റുണ്ട് എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് പരിസരത്തുള്ള കാളങ്ങാലിയും അതുപോലെ പോത്തുംചോലയും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ച് പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് കേൾക്കുന്ന ഒരു ചുറ്റുപാടുള്ളത് സാമ്പത്തികമായ വിഷയത്തിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ചുറ്റുപാട് ഉണ്ടാകാറില്ല എന്ന് കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇവിടെ വന്നപ്പോൾ പൂർണ്ണമായും അത് അനുഭവത്തിലൂടെ തന്നെ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റിയോടും മറ്റുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ടെന്നത് തീർച്ചയാണ്. എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കാൻ നമുക്ക് കഴിയില്ല എന്നത് ശരിയാണെങ്കിലും അവരുടെയൊക്കെ പ്രയാസങ്ങൾ കാണാനും ബുദ്ധിമുട്ടുകൾ കഴിവിൻ്റെ പരമാവധി ചെറിയ രൂപത്തിലെങ്കിലും ആ ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനും നാം ഇനിയും ഒന്നുകൂടി സജ്ജരാകണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് വീടുകൾ വർദ്ധിച്ചു വരികയും ദാരിദ്ര്യം കൂടുകയും മറ്റു നിലക്കുള്ള പ്രയാസങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുമ്പോൾ പല നാടുകളിലുള്ളവർ ജനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവരെ നാം സഹായിക്കുന്നത് പോലെ തന്നെ
നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഇതുപോലെ സഹായം നാം നൽകുന്നുണ്ട്. ഒന്നുകൂടി അത് ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും കാര്യത്തിൽ നമുക്ക് അത്യാവശ്യമൊക്കെ പരിഗണിക്കാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധയിൽ അതുണ്ടെന്ന് എനിക്കറിയാം. അതോടുകൂടി ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ വീടിൻ്റെ ആദ്യ അവസ്ഥയിൽ നമ്മുടെ ആ മരിച്ച സമയത്ത് വന്നപ്പോൾ വളരെ പ്രയാസം തോന്നിയിരുന്നു. 3 പെൺകുട്ടികൾ, അതുപോലെ ഒരു ഉമ്മയും താമസിക്കുന്ന റോഡരികിൽ ഉള്ള ഒരു വീട്ടിൽ, അതും അടുത്തുറപ്പില്ലാത്ത രൂപത്തിൽ ആ ഒരവസ്ഥയിൽ നിന്ന് മാറി ഈ നിലക്ക് സന്തോഷത്തിലാക്കി കൊടുക്കാൻ കഴിയുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാം. കാരണം ഒരു കുടുംബത്തിന്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രമാകുമ്പോൾ അവർക്ക് മറ്റേതെങ്കിലും വീട്ടിൽ പോയി താമസിക്കുക അത് സാധാരണഗതിയിൽ വളരെ പ്രയാസമുള്ള വിഷയമാണ്. അതിന് അവർക്കൊരു വഴിയൊരുക്കി കൊടുത്തത് വലിയൊരു സ്വതക്ക തന്നെയാണ്. അധ്വാനിച്ച ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ നിർവഹിച്ച പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല വലിയ അമലായി നിങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ഇനിയും ഒരുപാട് ജനങ്ങളെ സഹായിക്കാൻ, ആളുകളെ സഹായിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നൽകാർക്കാർ നമ്മളോട് എഴുതുകയും അതോടനുബന്ധിച്ച് ഉടൻ തന്നെ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട് ഈ വീടിന്റെ പണി ഈ രീതിയിലൊക്കെ തന്നെ ആക്കുവാൻ വേണ്ടി സാധിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതിയാണ്. ഇനിയും കുറെ പണികളൊക്കെ തന്നെ ബാക്കിയുണ്ട്. ഉടനെ ചെയ്യേണ്ടതായിരിക്കുന്ന ഈ 2 ബെഡ്റൂമിന് ജനൽ പാളിയൊന്നും വെച്ചിട്ടില്ല. അത് ഉടനെ തന്നെ ചെയ്യണം. കാരണം സ്ത്രീകൾ മാത്രം താമസിക്കുന്നതുകൊണ്ട് തന്നെ ഒക്കെ അറിയാം, ഉടനെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം എന്ന് മനസ്സിലാക്കുന്നു. ഈ വീടിന്റെ പണി ഇതിലൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് ഇപ്പോൾ 2-3 ദിവസം കൊണ്ടാണ് വൃത്തിയായിട്ട് പണി നടന്നു. പൈസയൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു പൈസ ഇവിടെ കിട്ടുമെന്നുള്ള ഉറപ്പ് ഒരു ആഴ്ച മുമ്പ് നമുക്ക് കിട്ടി. ആ പൈസയും കൊണ്ട് ഇപ്പോൾ ഇവിടെ ഖത്തർ കമ്മിറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പൈസ ഇവിടെ ഇപ്പോൾ തന്നെ അവിടെ ഏൽപ്പിക്കുന്നതാണ്. ആ ഖത്തർ കമ്മിറ്റിയെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഏറ്റവും ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, സർക്കാർ സമയത്ത് സാമ്പത്തിക ടൈറ്റ് കൂടിയ സമയത്താണ് അവർ നമ്മെ വിളിച്ചറിയിക്കും ഇങ്ങനെ പൈസ ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ സർക്കാർ പെട്ടെന്ന് പൈസ അവിടെ നിന്നൊക്കെ വാങ്ങി ഇതിന്റെ പണി പൂർത്തീകരിച്ചു. പക്ഷേ ഞാൻ അവരോട് മാത്രം പറയുകയല്ല, ഖത്തർ കമ്മിറ്റിയോട് മാത്രം പറയുകയല്ല. കാരണം നമ്മൾ ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ ഒരു വലിയതായ ഒരു ബാധ്യത, ഏറ്റവും വലിയ ഒരു ബാധ്യത നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഈ 3 പെൺകുട്ടികളാണ് നമ്മുടെ വർക്കാർക്കാർക്കുള്ളത്. ഒന്നിന്റെയെങ്കിലും കല്യാണം ഉടനെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റു 2നും ഉടനെ തന്നെ അതും കൂടി സാധിക്കുമെന്നൊരു കാര്യം സംശയമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഖത്തറിൽ 2 സുഹൃത്തുക്കളുണ്ട്. അവരോട് സൂചിപ്പിക്കുകയാണ്, മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടി. അതിനും കൂടി ഈ ഖത്തർ കമ്മിറ്റിയുടെയും മറ്റ് വ്യക്തികളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അത് നിങ്ങളൊക്കെ മുൻകൈ എടുക്കണമെന്ന് ഈ സ്ഥാനത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാണുകയാണ്. ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ മാനിലുണ്ട്. ഈ വീടിന്റെ പ്രയാസത്തിലാണെങ്കിൽ പെൺകുട്ടികളെ കിട്ടുന്ന കാര്യത്തിൽ ഒരു സ്ഥിരം സംവിധാനം എന്ന രൂപത്തിൽ കണ്ടുകൊണ്ട് പരമാവധി സഹായിക്കണം എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഏതായാലും അവസാന തോഫീക്കിലൂടി ആരോഗ്യത്തെ കൊടുപ്പിക്കണം, തോഫീക്കട്ടെ പറഞ്ഞുകൊണ്ടും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഖത്തർ ഗവൺമെന്റിന്റെ പ്രത്യേക ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ പൈസ കിട്ടിയുള്ളത്. അവരെയും അതുപോലെ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവരെയും في جنة خلد مقعده في قربك أحمد ملتحقا
من كان له خلق حسن سيكون الأقرب في الرفقاء. أطفيت على الحسن العبقى فالورد تضوع وتنقى. حسن يا رب لنا الخلقا طهره فلا يحوي نزقا. كم أثنى الله على خلق في أحمد أصدق من صدقا. قد أدب ربي مرسله هو أكرم من ربي خلقا. أطفيت على الحسن العبقا فالورد تضوع وتنقى. حسن يا رب لنا الخلقا طهره فلا يحوي نزقا. ورحمة أمته أبدا وسراج النور قد ائتلقا. خلق القرآن شميلته فضل الرحمن به رزقا. أطفيت على الحسن العبقا فالورد تضوع وتنقى. حسن يا رب لنا الخلقا طهره فلا يحوي نزقا. كم أثنى الله على خلق في أحمد أصدق من صدقا. قد أدب ربي مرسله هو أكرم من ربي خلقا. أطفيت على الحسن العبقا فالورد تضوع وتنقى. حسن يا رب لنا الخلقا طهره فلا يحوي نزقا. ورحمة أمته أبدا وسراج النور قد ائتلقا. خلق القرآن شميلته فضل الرحمن به رزقا. أطفيت على الحسن العبقا فالورد تضوع وتنقى. حسن يا رب لنا الخلقا طهره فلا يحوي نزقا. في جنة خلد مقعده في قربك أحمد ملتحقا. من كان له خلق حسن سيكون الأقرب في الرفقاء. أطفيت على الحسن العبقا